ഹലോ ഗായ്സ്, എല്ലാവർക്കും അഭിജിത് പ്രകാശ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഡേ 11 ഓഫ് ഹാർഡ് 70 ഡേ ചലഞ്ചാണ്. ഓക്കെ, ഇന്ന് ഡേ 11 ആണ്. നമ്മൾ ഓൾറെഡി മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ബേസിക്കായിട്ട് ജോഗ്രഫി എന്ന സബ്ജക്റ്റിൻ്റെ കംപ്ലീറ്റ്ലി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. പിന്നെ അതുപോലെ തന്നെ പോളിറ്റിയും എക്കണോമിയും നമ്മൾ വഴിയെ ഡിസ്കസ് ചെയ്ത് വരികയാണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ. പിന്നെ അതുപോലെ തന്നെ ഹിസ്റ്ററി ഇപ്പോൾ ഓൺ ഗോയിങ് ആണ്. അത് കഴിഞ്ഞ് ഇനി നമ്മൾ നോക്കാൻ പോകുന്ന രണ്ട് സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് എൻവയോൺമെൻറ്റും പിന്നെ ഒന്ന് സയൻസ് ആൻഡ് ടെക്കും. ഇത് കഴിയുമ്പോൾ നമ്മൾ ബേസിക് സിലബസ് കംപ്ലീറ്റ് ആവും. പിന്നെ നമ്മൾ ഫുൾ ലെങ്ത് ടെസ്റ്റ് എഴുതണം. ഓക്കെ, അപ്പോൾ ഇതിന് മുമ്പ് തന്നെ ബേസിക് ആയിട്ടുള്ള എല്ലാ ടോപ്പിക്കുകളും നമ്മളൊന്ന് 2-3 പ്രാവശ്യം വായിച്ച് ആക്റ്റീവ് റിക്കോൾ എടുക്കാൻ ഉള്ള ഒരു ഇതിലേക്ക് നമ്മൾ എത്തണം. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ എയിം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇത് UPSC സിവിൽ സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകളായിരിക്കും നമ്മളിതിൽ അപ്ലോഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ഈ ഒരു എക്സാം പ്രിപ്പയർ ചെയ്യുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൻ്റെ നോട്ട്സും കാര്യങ്ങളൊക്കെ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുക. അപ്പോൾ നമ്മൾ ഇന്നലെ നോക്കിയതാണ് ബേസിക്കായിട്ട്. നമ്മൾ നാളെ എക്സാം ഉണ്ട്. എക്സാം ടോപ്പിക്കുകൾ ഏതൊക്കെയാണ്, മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഏതൊക്കെയാണ് എക്സാം ടോപ്പിക്കുകളെന്ന് നമ്മൾ ആദ്യത്തെ ഫസ്റ്റ് പോർഷൻസ് അഡ്വെൻറ്റ് ഓഫ് ദി യൂറോപ്യന്മാരുടെ വരവ് മുതലുള്ള ടോപ്പിക്കുകളിൽ ബേസിക്കായിട്ട് 1904 വരെയുള്ള ടോപ്പിക്കുകളാണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് ഏതൊക്കെയാണെന്ന് ആദ്യം മനസ്സിലാക്കാം. കാരണം അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, പ്രയോറിറ്റൈസേഷൻ. ഓക്കെ, ഞാൻ ടോപ്പിക് എന്നുള്ള പറഞ്ഞെങ്കിലും പ്രയോറിറ്റി ലിസ്റ്റ് പറഞ്ഞില്ല. നിങ്ങൾ അഡ്വെൻറ്റ് ഓഫ് ദി യൂറോപ്യൻസ് നന്നായിട്ട് പഠിക്കുക. ഇപ്പോഴായിട്ട് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ച് വരുന്ന ഒരു ഏരിയയാണ്. 2021, 2022, ഈവൻ 2023 ആയപ്പോലും ക്വസ്റ്റ്യൻസ് ഈ ഏരിയയിൽ നിന്ന് വരുന്നുണ്ട്. ഒരു ക്വസ്റ്റ്യൻ അല്ല 2 ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഈ 3 വർഷം വന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത വർഷം ഒരു ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കും. അതും അഡ്വെൻറ്റ് ഓഫ് ദി യൂറോപ്യൻസിൽ കൂടുതൽ പഠിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ പോർട്ടുകൾ, പിന്നെ അതുപോലെ തന്നെ അവരുടെ ഫാക്ടറി ഇപ്പോൾ എവിടെയാണ് ആദ്യമായിട്ട് തുടങ്ങിയത്, ഫസ്റ്റ് ഫാക്ടറി എവിടെയാണ് സ്റ്റാർട്ട് ചെയ്തത്, ഇംഗ്ലീഷിൻ്റെ ഫസ്റ്റ് ഫാക്ടറി എവിടെ, പോർച്ചുഗീസിൻ്റെ എവിടെ, ഡച്ചിൻ്റെ എവിടെ, അങ്ങനെയുള്ള ഫസ്റ്റ് ഫാക്ടറീസ് ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കുക. പിന്നെ അവരുടെ ടൈം ലൈൻ, ബേസിക് ടൈം ലൈൻ, ഏത് സമയത്താണ് അവർ വന്നതും പോയതെന്നും. പിന്നെ അതുപോലെ ഇപ്പോൾ ഫ്രഞ്ച് എടുക്കുകയാണെങ്കിൽ ഫ്രഞ്ചും ഇംഗ്ലീഷുമായിട്ട് യുദ്ധങ്ങളുണ്ട്. അതിനെ കർണാട്ടിക് വാറുകളെന്ന് പറയും, നമുക്കറിയാം. ഓക്കെ, അപ്പോൾ കർണാട്ടിക് വാറുമായിട്ട് ബന്ധപ്പെടുത്തിയ ടോപ്പിക്കുകളൊക്കെ, അപ്പോൾ അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ ബേസിക്കായിട്ട് നോക്കാനുള്ള ടോപ്പിക്കുകളെന്ന് പറയുന്നത്. ഫസ്റ്റ് അഡ്വെൻറ്റ് ഓഫ് ദി യൂറോപ്യൻസ്. പിന്നെ ഒന്ന് ആക്റ്റുകളുണ്ട്. ഓക്കെ, നമ്മൾ ലക്ഷ്മികാന്തിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ ഹിസ്റ്ററിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ചാപ്റ്ററിൽ പഠിച്ച ആക്റ്റുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. ആക്റ്റുകളെല്ലാം കറക്റ്റായിട്ട് പഠിക്കുക. ഓക്കെ, അതിൻ്റെ ഓർഡർ, റെഗുലേറ്റിംഗ് ആക്ട് മുതൽ ബാക്കി നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് വരെ, അത് ബേസിക് ആയിട്ടുള്ള 1909 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് വരെയൊക്കെ നോക്കിയാൽ മതി. കാരണം അത് കഴിഞ്ഞ് വരുമ്പോൾ അടുത്ത എക്സാം ടോപ്പിക്കാവും. അപ്പോൾ അതുവരെയുള്ള എല്ലാ ആക്റ്റുകളും കറക്റ്റായിട്ട് ഓർഡറിൽ അത് നോക്കുക. പിന്നെ അതുപോലെ തന്നെ മൂവ്മെൻറ്റ്സ് ഇഷ്ടംപോലെ പിസൻ മൂവ്മെൻറ്റ്സ് ഉണ്ട്, പിന്നെ സിവിൽ റെബല്യൻസ് ഉണ്ട്, പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രൈബൽ റിവോൾട്ടുകളാണ്. ട്രൈബൽ റിവോൾട്ട് ഉണ്ട്, അതാണ് പഠിക്കാനുള്ള കൂടുതലായിട്ട്. 1857 മുൻപുള്ള ട്രൈബൽ റിവോൾട്ട്സ് കൂടുതലുണ്ട്. ഓക്കെ, അത് പഠിക്കുക. കാരണം ഈ സിവിൽ റിവോൾട്ടും ഇതിലൊക്കെ ഏകദേശം 54 എണ്ണം അടുപ്പിച്ചുണ്ട്. പിന്നെ റിലീജിയസ് ആയിട്ടുള്ള 5 എണ്ണം ഉണ്ട്, ട്രൈബൽ റിവോൾട്ട്സ് 7 എണ്ണം ഉണ്ട്. ഈ ട്രൈബൽ എന്നാണ് പക്ഷേ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഫോക്കസ് പോയിന്റ് കൊടുത്ത് പഠിക്കേണ്ട അവിടെയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള ടോപ്പിക്കുകൾ പഠിക്കാം. ഓക്കെ, ഇപ്പോൾ റിവോൾട്ടുകൾ. പിന്നെ അടുത്തുള്ളതെന്ന് പറഞ്ഞാൽ മൂവ്മെൻറ്റുകൾ. ഓക്കെ, ബാക്കി വരുന്ന എല്ലാ മൂവ്മെൻറ്റുകളും, ഇഷ്ടംപോലെ മൂവ്മെൻറ്റുകളുണ്ട്. വിവിയൻ ഡിറാസിയുടെ മൂവ്മെൻ്റ് ആയാലും ബാക്കിയുള്ള സ്വരാജ് മൂവ്മെൻറ്റുകളായാലും അങ്ങനെയുള്ള ഇഷ്ടംപോലെ മൂവ്മെൻറ്റുകൾ. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ ഉണ്ട് SNDPയുടെ മൂവ്മെൻറ്റുകളുണ്ട്. പിന്നെ അതുപോലെ ശ്രീനാരായണ ഗുരുവുമായിട്ട് ബന്ധപ്പെടുത്ത് അങ്ങനെ തമിഴ്നാടുള്ള മൂവ്മെൻറ്റുകളുണ്ട്. അതുമാത്രമല്ല, പക്ഷേ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ആയിട്ടുള്ള മെയിൻലി മഹാരാഷ്ട്ര, ബംഗാൾ അതുപോലെയുള്ള സ്ഥലങ്ങളിലെ ഏതൊക്കെ മൂവ്മെൻറ്റുകളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നടന്നിട്ടുള്ളത് അതിൻ്റെ എക്സ്പ്ലനേഷൻസ് അത് കറക്റ്റായിട്ട് പഠിക്കുക. ബ്രഹ്മ സമാജായാലും പ്രാർത്ഥനാ സമാജായാലും അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂവ്മെൻറ്റുകൾ. പിന്നെ അതുപോലെ റീഫോമേഴ്സ്, ഇപ്പോൾ മഹാരാഷ്ട്ര എടുക്കുകയാണെങ്കിൽ ജ്യോതിരാം ഫൂലെ, അപ്പോൾ അതേപോലത്തെ ഇഷ്ടംപോലെ റീഫോമേഴ്സിനെ കുറിച്ചും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അത് ഏതൊക്കെയാണെന്ന് കറക്റ്റായിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് നോക്കാൻ സമയം എടുക്കും. മാക്സിമം നിങ്ങൾ ഇന്ന് തന്നെ അത് കംപ്ലീറ്റ് ചെയ്യാത്ത നമുക്ക് ബാക്കി സമയം കൊണ്ട് നമുക്ക് വീക്കെൻഡൊക്കെ സമയമുണ്ട്. പക്ഷേ എന്ത് ചെയ്യുക, നാളെ എക്സാം ഉള്ളതുകൊണ്ട് തന്നെ മാക്സിമം ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം. പിന്നെ 54 റബലിന് ഒരു ദിവസം കൊണ്ട് പഠിക്കാൻ പറ്റില്ല. കുറച്ച് വായിച്ച് ലെയറായിട്ട് പഠിക്കുക, ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് ബേസിക്കായിട്ട് നേരത്തെ പഠിച്ച ടോപ്പിക്കുകൾ, പോളിറ്റിയുടെ ടോപ്പിക്കുകളായാലും എക്കണോമിക് ടോപ്പിക്കുകളായാലും എന്ത് ചെയ്യുക, പെൻഡിങ് ഉള്ളതൊക്കെ കുറച്ച് ചുമ്മാ ഇരിക്കുമ്പോൾ റിവൈസും കൂടെ ചെയ്യുക. ഓക്കെ, അതാണ് ഫസ്റ്റ് ടോപ്പിക്ക് എന്ന് പറഞ്ഞാൽ. രണ്ടാമത്തെന്ന് പറയുമ്പോൾ ഇവിടെ കറണ്ട് അഫയേഴ്സാണ്. കറണ്ട് അഫയേഴ്സ് നമ്മൾ 2 മാസത്തെ ജൂണും അതുപോലെ തന്നെ നമ്മൾ ഒക്ടോബറിലും കംപ്ലീറ്റ് ചെയ്തു. ജൂണും ഒക്ടോബറും കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്ത് ഉള്ള നവംബർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. സീസായിട്ട് നേരത്തെ അതേ ടോപ്പിക്കുകൾ തന്നെയാണ്. പിന്നെ പെൻഡിങ് ആയിട്ടുള്ള ടോപ്പിക്കുകളുണ്ടെങ്കിൽ കംപ്ലീറ്റ് ചെയ്യുക. നേരത്തെ ടോപ്പിക് എന്ന് പറയുമ്പോൾ റേഷ്യോ, മിക്സ്ചർ അലിഗേഷൻ, ആവറേജ്, സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ്, പിന്നെ 10 RC. അപ്പോൾ നമ്മൾ ഏകദേശം 40ഓളം എന്ത് ചെയ്തു, റീഡിങ് കോമ്പ്രഹെൻഷൻ ഓൾറെഡി വായിച്ചു കഴിഞ്ഞു.
അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ ടൈപ്പ് ഏതൊക്കെയാണ് റീഡിംഗ് കോമ്പ്രഹെൻഷൻ ടൈപ്പുകളൊന്നും കൂടെ ഐഡൻറ്റിഫൈ ചെയ്ത് പഠിക്കുക. ഓക്കെ, ഇതാണ് ഇന്നത്തെ മെയിനായിട്ടുള്ള ടോപ്പിക്കുകൾ. നമുക്ക് കുറച്ച് മോഡേൺ ഇന്ത്യയുടെ ക്വസ്റ്റ്യൻസും കൂടെ നോക്കാം. ഓക്കെ, ഇപ്പോൾ മോഡേൺ ഇന്ത്യ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏതാണ് ആദ്യം വന്ന യൂറോപ്യൻസ്? നമുക്കറിയാം പോർച്ചുഗീസ്. അപ്പോൾ ഈ പണ്ടത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ കൂടുതലും വൺ ലൈനർ ക്വസ്റ്റ്യൻസ് ആണ്, ഒറ്റ വരിയുള്ളതാണ്. സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് കുറവായിരിക്കും. അപ്പോൾ ഇതിൽ നമുക്ക് കുറച്ചുകൂടെ ഫാക്റ്റുകൾ കിട്ടും. ഇപ്പോൾ സപ്പോസ് ഈ 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കി നോക്കും. അപ്പോൾ നമ്മൾ സ്പെക്ട്രം വായിക്കുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും ഈ പോയിന്റ് കിട്ടില്ല. കാരണം ഈ പൊളിറ്റിക്കൽ അസോസിയേഷൻ തുടങ്ങുമ്പോൾ തന്നെ ബോംബെയിലെ പൊളിറ്റിക്കൽ അസോസിയേഷൻ ഈ പൊളിറ്റിക്കൽ അസോസിയേഷൻ അല്ല കൊടുത്തിരിക്കുന്നത്, വേറെയാണ്. ഓക്കെ, MG റണാഡെ ഒരു അസോസിയേഷനൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ നമുക്ക് ഈ ഒരു 8ാമത്തെ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ബോംബെ അസോസിയേഷൻ എന്നൊരു അസോസിയേഷൻ ഉണ്ടായിരുന്നു. അത് MG റണാഡെ ഒരു അസോസിയേഷൻ മുൻപേ ഉണ്ടായിട്ടുള്ളതാണ് എന്നുള്ള ഒരു ഐഡിയ കിട്ടും ബോംബെ പ്രസിഡൻസിയിൽ. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കുറേ ഫാക്റ്റുകൾ നമുക്ക് ഇവിടെ കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ കറക്റ്റ് ചെയ്യുക, അതിലേക്ക് എന്തൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. പിന്നെ ട്രേഡും കൊമേഴ്സിൻ്റെ കാര്യമായാലും ഇപ്പോൾ ബ്രിട്ടീഷുകാർ സക്സീഡ് ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ നേവൽ സൂപ്രമസിയാണ്. കാരണം ഇപ്പോൾ ഇന്ത്യയുടെ റൂളേഴ്സ് ആയപ്പോലും ഒന്നാമത്തെ കാര്യം അവർക്ക് യൂണിറ്റി ഇല്ല, ഒത്തൊരുമയില്ല. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാർക്ക് അതിൻ്റെ അകത്ത് കയറി കൂടാൻ വളരെ എളുപ്പമായിരുന്നു, തമ്മിലടിപ്പിച്ചാൽ മതി ആൾക്കാരെ, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞതാണ് ഈ ലാൻഡിലുള്ള അഥവാ കുറച്ച് പേർക്ക് യൂണിറ്റ് ഉണ്ടെങ്കിൽ അതിൽ തന്നെ ലാൻഡിലുള്ള പവർ മാത്രമേ അവർക്കുള്ളൂ, നേവൽ സൂപ്രമസി അവർക്കില്ലായിരുന്നു. അതാണ് മെയിൻ കാരണം. എന്താണ് അവർക്ക് സക്സീഡ് ചെയ്യാൻ പറ്റിയതിൻ്റെ മെയിൻ കാരണം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ എന്താണ് ഡ്യുവൽ ഗവൺമെൻറ്? ബ്രിട്ടീഷ് റൂളേഴ്സ് തുടങ്ങിയ ഡ്യുവൽ ഗവൺമെൻറ് പ്രത്യേകത എന്ന് പറഞ്ഞാൽ റവന്യൂ കളക്ഷൻ തന്നെയായിരുന്നു എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ പിന്നെ ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പിന്നെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്, ഏതാണ് ആദ്യമായിട്ട് ഇന്ത്യയുമായിട്ട് ലിങ്ക് എടുത്ത് യൂറോപ്യൻസ് എന്ന്. അതായത് പിന്നെ റിപ്പീറ്റേഷൻ വരുന്നു, അതായത് ഇഷ്ടംപോലെ റിപ്പീറ്റേഷൻസ് പിന്നെയും വരാം. ഞാൻ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. പിന്നെ അതുപോലെ തന്നെ ഏത് സ്ഥലമാണ് ഡൽഹൌസിയുടെ ഡോക്ട്രിൻ ഓഫ് ലാബ്സ് അല്ലാതെ പോയത്? അപ്പോൾ നിങ്ങൾ ഓരോ ഇതും കൂടെ കറക്റ്റായിട്ട് പഠിക്കുക. ഏതൊക്കെ ഗവർണർ ജനറലുകളാണ് ഏതൊക്കെ സമയത്താണ് വന്നിട്ടുള്ളത്, അവരുടെ കോൺട്രിബ്യൂഷൻസ് എന്താണ്, അവരുടെ മെയിൻ പോളിസീസ് എന്താണ് എന്നുള്ളത്. അപ്പോൾ ഈ ലോർഡ് ഡൽഹൌസിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോളിസിയാണ് ഡോക്ട്രിൻ ഓഫ് ലാബ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഡോക്ട്രിൻ ഓഫ് ലാബ്സിൽ ഏതൊക്കെ സ്ഥലങ്ങളാണ് പിടിച്ചെടുത്തത്, ഏതൊക്കെയാണ് പിടിച്ചെടുക്കാത്തതെന്ന് പഠിക്കുക. അപ്പോഴും നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. എൻ്റെ ആൻസർ മൈസൂരാണ്. അതുപോലെ തന്നെ എന്താണ് പോർച്ചുഗീസ് വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഇനി കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ ഉണ്ടായിരുന്ന ബാക്കി ഫോറിനേഴ്സ് ആരെന്ന് വെച്ചാൽ അറബ്സാണ്. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ചാൾസ് 2ാം രാജാവിൻ്റെ കല്യാണത്തിന് ഡൗറി ആയിട്ട് കിട്ടിയത്, സ്ത്രീധനമായിട്ട് കിട്ടിയ സ്ഥലം, സ്ത്രീധനമായിട്ട് കൊടുത്ത സ്ഥലം ഏതാണെന്ന് പറയുന്നുണ്ട്. അത് ബോംബെ ആണ്. ഓക്കെ, അപ്പോൾ അതേപോലത്തെ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ ബേസിക് ആയിട്ടൊരു ഐഡിയ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതിനാണ് ഞാൻ ഇത് കാണിച്ചു തന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ട്രൈബൽ റിവോൾട്ടുകളിലൊന്നും ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആദിവാസി എന്നൊരു വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ച ട്രൈബലാണ് തക്കാർ ബപ്പ. അപ്പോൾ അതേപോലത്തെ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ്, ബേസിക് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് പഠിക്കുക. പിന്നെ അതുപോലെ ഫസ്റ്റ് പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ എസ്റ്റാബ്ലിഷ്ഡ് ഇന്ത്യ ഇൻ 1838 വന്ന ആദ്യത്തെ ഓർഗനൈസേഷൻ, ഇത് സ്പെക്ട്രത്തിലുണ്ട്, സമീന്ദർ അസോസിയേഷൻ. ഓക്കെ, പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രസിഡൻസി ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയാലും ഉണ്ട്. റയത്ത് വാരി സിസ്റ്റം, പിന്നെ ലാൻഡ് സെറ്റിൽമെൻറ്റ് സിസ്റ്റം കറക്റ്റായിട്ട് പഠിക്കുക. പെർമനൻറ്റ് സെറ്റിൽമെൻ്റ് ആയാലും റയത്ത് വാരി ആയാലും പിന്നെ അതിനുശേഷം ഏതാണ് മഹൽവാരി സെറ്റിൽമെൻ്റ് ആയാലും. അപ്പോൾ ഇത്രയും സെറ്റിൽമെൻറ്റ് സിസ്റ്റം കറക്റ്റായിട്ട് അവരുടെ ഓർഡർ പഠിക്കുക. ഇത് ആരാണ് പെർമനൻ്റ്, ആരാണ് കൊണ്ടുവന്നത്? പെർമനൻറ്റ് കോൺവാലീസ് ആണ് കൊണ്ടുവന്നത്, ബംഗാൾ ബീഹാറാണ് കൊണ്ടുവന്നത്. റയത്ത് വാരി ആരാണ് കൊണ്ടുവന്നത്? റീഡും പിന്നെ അതുപോലെ തന്നെ മൺട്രോയും കൂടെ ചേർന്ന് ബോംബെ മദ്രാസ് പ്രസിഡൻസിയിലാണ് കൂടുതൽ കൊണ്ടുവന്നത്. പിന്നെ മഹൽവാരി ആരാണ് കൊണ്ടുവന്നത്? ഈ സൺസെറ്റ് ക്ലാസ് എന്താണ്? അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് പഠിക്കുക. ഈവൻ ഈ പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ് മുമ്പും ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു, ഇത്തേദാരി സിസ്റ്റം എന്ന് പറയും. അത് നമ്മൾ റൈറ്റുകൾ അല്ലെങ്കിൽ റിബലിയൻസ് പഠിക്കുമ്പോൾ അതിൻ്റെ കൂടെ ചേർത്ത് പഠിക്കുന്നതാണ്. കാരണം ഇത്തേദാരി സിസ്റ്റം കാരണം പ്രശ്നങ്ങളുണ്ടായി, ഇഷ്ടംപോലെ ഒരു റിവോൾട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള കാര്യങ്ങൾ. പിന്നെ അടുത്തുള്ളതെന്ന് പറയുന്ന ഫസ്റ്റ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ഇന്ത്യയുമായിട്ട് ട്രേഡ് ചെയ്തായിരുന്നു വെച്ചാൽ ഡച്ചാണ്. ഓക്കെ, അതേപോലത്തെ 1-2 ഫാക്റ്റുകൾ. പിന്നെ ദാദാബായി നവറോജിയിൽ വിശ്വസിക്കാത്തവർ, അത് വേറൊരു കാര്യമാണ്. പിന്നീടുള്ള ക്വസ്റ്റ്യൻസ് ഇതിപ്പോൾ 1996 ക്വസ്റ്റ്യനാണ്. 2010 ശേഷമൊക്കെ ഈ ദാദാബായി നവറോജിയെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പുള്ളി എക്കണോമിസ്റ്റാണ്. ഓക്കെ, ഇന്ത്യ ഡ്രെയിൻ തിയറി അല്ലെ, ഇന്ത്യയിൽ നിന്ന് എങ്ങനെയാണ് ബ്രിട്ടീഷുകാർ പണം ഊറ്റിയെടുത്തത് എന്ന് പറയുന്നതാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ, ഈ ഒരു ബുക്കിൽ പറയുന്നുണ്ട് ദാദാബായി നവറോജി. അപ്പോൾ അതിൽ വിശ്വസിക്കാത്ത ഒരാളാണ് സർ സയ്യദ് അഹമ്മദ് ഖാൻ. അപ്പോൾ സർ സയ്യദ് അഹമ്മദ് ഖാനുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള കുറച്ച് ഫാക്റ്റ്, ആരാണ് അയാൾ എന്നൊക്കെയുള്ള കാര്യങ്ങൾ പഠിക്കുക. കാരണം പുള്ളിയുടെ 125ാമത്തെ ബർത്ത് ആനിവേഴ്സറിയൊക്കെ വരാൻ പോവുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറച്ച് സ്പെഷ്യാലിറ്റികളൊക്കെ ഓരോരുത്തർ വെച്ചും ഉണ്ട്. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ വരുന്ന ആൾക്കാരെ കുറിച്ച് ബേസിക് ആയിട്ടുള്ള ഇൻഫോ നമുക്കിപ്പോൾ മഹാത്മാഗാന്ധി, ജ്യോതിറാം ഫൂലെ, അംബേദ്കറൊക്കെ നമുക്ക് കിട്ടും. പക്ഷേ തക്കാർ ബപ്പയെ കുറിച്ച് കൂടുതലും എന്ത് ചെയ്യുക, ഫാക്റ്റ് കിട്ടില്ല. അപ്പോൾ അത് നിങ്ങളുടെ ഹോംവർക്കാണ്. ഇവരെ കുറിച്ചൊക്കെയുള്ള ബേസിക് ഫാക്റ്റുകളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക. പിന്നെ അതുപോലെ തന്നെ ചില ബ്രിട്ടീഷ് ഓഫീസേഴ്സിനെ കുറിച്ച് ക്വസ്റ്റ്യൻ ഉണ്ട്. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ, അത് 2023 നടന്ന ക്വസ്റ്റ്യനിലും കുറച്ച് ബ്രിട്ടീഷ് ഓഫീസേഴ്സിനെ ചോദിച്ചിട്ട് അവരാരാണ്, അവർ ഹിസ്റ്റോറിയൻസ് ആണോ
അവർ ആർക്കിയോളജിസ്റ്റുകളാണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ, അതേപോലെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ ബ്രിട്ടീഷ് ഓഫീസേഴ്സിനെ ബേസ് ചെയ്തിട്ടും ക്വസ്റ്റ്യൻസ് വരിക. അഡ്വൻറ്റ് ഓഫ് ദി യൂറോപ്യൻസിൽ ഇഷ്ടംപോലെ ഈ ഒരു ഓഫീസേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈവൻ 1857 റിവോൾട്ടിനെ കേന്ദ്രീകൃതമായിട്ട് അവർ ഏതൊക്കെ ഓഫീസേഴ്സാണ് ഈ സപ്രസ് ചെയ്തത് എന്നുള്ളതും പറയുന്നുണ്ട്. അപ്പോൾ ബേസിക്കായിട്ട് സ്പെക്ട്രം വായിക്കുമ്പോൾ അതിലുള്ള ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് പഠിക്കുക. പിന്നെ PYQൽ ഈ ഒരു ഓപ്ഷൻസും കൂടെ കറക്റ്റായിട്ട് നോക്കുക. പിന്നെ അതിനാണ് സബ്സിഡറി അലയൻസിൽ ആദ്യമായിട്ട് ജോയിൻ ചെയ്തത്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഡൽഹൌസിയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോളിസിയാണ് ഡോക്ട്രിൻ ഓഫ് ലാബ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വെല്ലസ്ലിയുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോളിസിയാണ് സബ്സിഡറി അലയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സബ്സിഡറി അലയൻസിൽ ആദ്യമായിട്ട് ആരാണ് ജോയിൻ ചെയ്തത് എന്നുള്ളത്, പിന്നെ അതുപോലെ തന്നെ റിംഗ് ഓഫ് ഫെൻസ് ഉണ്ട്, അങ്ങനെ പല പല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ട്. ഓക്കെ അടുത്ത് പഠിക്കേണ്ടതാണ് യുദ്ധങ്ങളെക്കുറിച്ച് ബേസിക് ആയിട്ടുള്ള ഒരു ഡേറ്റ് ഒക്കെ പഠിക്കുക. എപ്പോഴാണ് ഫസ്റ്റ് ആംഗ്ലോ മറാത്ത വാർ, ആംഗ്ലോ മൈസൂർ വാർ, ആംഗ്ലോ ബർമീസ് വാർ എന്നുള്ള ഡേറ്റുകളൊക്കെ കറക്റ്റായിട്ടൊന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെ അടുത്ത് ഈ ടിപ്പു സുൽത്താൻ, ഹൈദരാലി, അതൊക്കെ ബേസിക്കലി നമ്മൾ ആംഗ്ലോ മൈസൂർ വാർ പഠിക്കുന്നതാണ്. അപ്പോൾ അതായത് ടൈം ലൈനൊക്കെ ഒന്ന് ഓർമ്മിച്ച് വയ്ക്കുക, കാരണം അതൊക്കെ ക്വസ്റ്റിൽ വന്നിട്ടുണ്ട്. പിന്നെ ഇതേപോലത്തെ മിസ്ലേനീസ്, ഇപ്പോൾ മോഡി സ്ക്രിപ്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട്, അത് മറാത്താസാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ, ഇതൊക്കെ എല്ലാ ക്വസ്റ്റിനും നമുക്ക് അതേപോലെ കിട്ടണമെന്നില്ല. അപ്പോൾ നമുക്ക് മാക്സിമം സ്ട്രൈക്ക് റേറ്റ് കിട്ടുക എന്നുള്ള സ്പെക്ട്രം നന്നായിട്ട് പഠിക്കുക, അതിന് റിവൈസ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഈ PYQ ബേസ്ഡ് ആയിട്ടുള്ള ഒരു റിവിഷൻ നടത്തുക. ഓക്കെ, അത്രയും നമുക്ക് ചെയ്യാൻ പറ്റും. അത് കറക്റ്റായിട്ട് ചെയ്യുക. അത് സമയമെടുക്കും, പക്ഷേ സമയമെടുത്ത് ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞ ട്രൈബൽ റിവോൾട്ടുകൾ കറക്റ്റായിട്ട് പഠിക്കുക. അതിൽ ട്രൈബൽ റിവോൾട്ടിൽ നമുക്ക് സന്താൽ റെബല്ലിയൻ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ് ഖാസീസുമായിട്ടുള്ള റെബല്ലിയൻ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാം ട്രൈബൽ റിവോൾട്ടുകളാണ് അതൊക്കെയാണ് കറക്റ്റ് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോയിൽ. ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ സോൾവ് ചെയ്തത് പഠിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഐഡിയ. നാളെ എക്സാമാണ്, അപ്പോൾ നമുക്ക് നാളെ ബാക്കിയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ഷുവറായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്